ഡോക്ടർ ജോസൂട്ടി, ഇപ്പോൾ ഇതിൽ നേരത്തെ ഡോക്ടർ ജിജി പോൾ പറഞ്ഞതുപോലെ വളരെ വേഗം തന്നെ ഇതൊരു ശുഭപര്യവസായിയായി എന്ന് നമുക്ക് ഇനിയെങ്കിലും പറയാവുന്ന തരത്തിലേക്ക്, ഇപ്പോൾ ഇതുവരെ നടന്ന ഒന്നും ഒരിക്കലും നിസ്സാരമായ കാര്യങ്ങളല്ല. മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അതിവേഗം അതിനൊരു ഒരു സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നെഗോസിയേറ്റിംഗ് ടേബിളിലേക്ക് ഇറാൻ എത്തും എന്നൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അതോ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടത് ശക്തമായ തിരിച്ചടി ഇറാൻ നൽകുന്നു, അതിന് ഇസ്രയേലിൻ്റെ ആക്രമണം മറിച്ചിങ്ങോട്ട്, അങ്ങനെ ആ തരത്തിലേക്ക് ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? ഇനി അതല്ല, അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണം, അത് ഒരുപക്ഷെ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള അവരുടെ സൈനിക ബേസിന് നേരെയുള്ള ആക്രമണം എന്ന തരത്തിലേക്കാകുമോ? അങ്ങനെ എന്താകാം ഇറാൻ ഇനി മനസ്സിൽ കാണുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു ചില ചരിത്രം കൂടി നേരത്തെ നമ്മളൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ അതുകൂടി പരിശോധിച്ചാൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, ഡോക്ടർ ജോസൂട്ടി? എനിക്ക് തോന്നുന്നത് ഇത് അധികനാൾ നീണ്ടു നിൽക്കില്ല. പക്ഷേ നീണ്ടു നിൽക്കില്ല എന്ന് പറയുമ്പോഴും ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ അഭിമാനം വളരെ കുറഞ്ഞ രീതിയിലെങ്കിലും സംരക്ഷിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രതികരണം ഇറാന് നടത്തേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ ഇതൊരു ചർച്ചയിലേക്കും അങ്ങനെയുള്ള ഒരു പര്യവസാനത്തിലേക്കും പോകൂ എന്നാണ് എൻ്റെ നിഗമനം. കാരണം ഈ പറഞ്ഞതുപോലെ ചരിത്രപരമായിട്ടുള്ള വലിയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ ഉറവിടമായിട്ടുള്ള ഇറാൻ അങ്ങനെ കീഴടങ്ങില്ല എന്നുള്ളൊരു തോന്നലും, മാത്രവുമല്ല അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവനയോ ഒരു കാര്യമോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ യുദ്ധം നീണ്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന മറ്റ് വൻശക്തികളുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ ഒക്കെ സൗദി അറേബ്യയുടെയോ ഒക്കെ മധ്യസ്ഥതയിൽ ഒരു നീക്കുപോക്കുണ്ടായാൽ മാത്രമേ അത് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അല്ലാതെ നിരുപാധികമായുള്ളൊരു കീഴടങ്ങൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അത് താമസിയാതെ ഉണ്ടാകും. അത്തരത്തിലുള്ളൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് നമ്മൾ പറയുമ്പോഴും ഇറാൻ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്, മറ്റ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമല്ലോ ഇവിടെ ഒരു സമാധാനത്തിലേക്ക് എത്തേണ്ടത്. സമാധാനത്തിലെത്താൻ ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഇറാന് ആത്മാഭിമാനം സംരക്ഷിക്കുന്ന രീതിയിൽ പ്രതികരിക്കുവാനുള്ള അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം അവർ ചെറിയ രീതിയിൽ ഉപയോഗിക്കും. അതിന്ന് ഇസ്രായേലിനെതിരെ അവർ നടത്തിയിരിക്കുന്ന പ്രത്യാക്രമണം കുറച്ചും കൂടെ കടുത്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. പിന്നെ ഇവരുടെ നെഗോഷിയേറ്റിംഗ് ടേബിൾ ഇവരുടെ അഭിമാനം സംരക്ഷിക്കാൻ തക്കുന്ന ചില ടേംസും കൂടെ അതിൽ വേണമല്ലോ. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഇറാൻ അവിടെ എങ്ങനെ എത്തിച്ചേരും, ഏത് രീതിയിൽ അവിടെ എത്തിച്ചേരും? ഇപ്പം നമ്മൾ റഷ്യയും ചൈനയും സഹായിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വ്ളാദിമിർ പുടിനുമായി നാളെ ഒരു കൂടിക്കാഴ്ചയുണ്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു പോസിറ്റീവ് ആയ ഫലത്തിലേക്ക് എത്തിച്ചേരുന്നതിന്റെ സൂചകമാണോ? നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം. നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. എന്താണ് റഷ്യയുടെ നിലപാട് ഈ കാര്യത്തിൽ? റഷ്യ അപലപിച്ചിട്ടുണ്ട്. റഷ്യ അപലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയം മുൻപ് വരെ നോക്കുമ്പോൾ റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണം വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റഷ്യയും ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെ അമേരിക്കൻ ആക്രമണത്തെ അപലപിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലപാട് നമുക്കറിയാം. അത് നേരത്തെയും അവർ പറഞ്ഞതാണ്, റഷ്യയൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയതാണ്. ഏതായാലും റഷ്യയുമായുള്ളൊരു കൂടിക്കാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി നടത്താൻ പോകുന്നു പ്രസിഡന്റുമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്ര വലുതായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ? പ്രാധാന്യമുണ്ട്. ഞാൻ ആദ്യം ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അപലപനത്തിന് ഒരു കുറവുമില്ല. സൗദി അറേബ്യ അപലപിച്ചില്ലേ? അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ? മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം അപലപിച്ചല്ലോ. ചൈന അപലപിച്ചല്ലോ. യൂറോപ്യൻ രാജ്യങ്ങൾ അപലപിച്ചല്ലോ. UN അപലപിച്ചല്ലോ. അത് വെറും ആലങ്കാരികമായിട്ടുള്ള അന്താരാഷ്ട്ര രംഗത്തെ ഒരു ഡിപ്ലോമാറ്റിക് സെറമണി എന്നതിനപ്പുറത്ത് യാതൊരു പ്രസക്തിയും ഈ അപലപനത്തില്ല എന്നുള്ളതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടി അതിനപ്പുറത്ത് കുറച്ച് ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു രാജ്യമായിട്ട് റഷ്യയെ നമുക്ക് കാണാം, ചൈനയെ കാണാം. അപ്പോൾ അവിടെ പോയിട്ടുള്ള സന്ദർശനത്തിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പം വെറും നിഗമനങ്ങൾ മാത്രമാണ്, ആ റഷ്യയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ എന്ന് നേരിട്ട് ചോദിച്ചറിയുവാനാണ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ആയുധങ്ങൾ കൊണ്ട് സഹായിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായത്തിന് സാധിക്കുമോ? റഷ്യയ്ക്ക് നിലവിൽ അതിന് അത്തരത്തിലുള്ളൊരു സഹായം ആളുകൊണ്ടോ അർത്ഥം കൊണ്ടോ ഇറാനെ സഹായിക്കാൻ പറ്റിയൊരു സാഹചര്യം എന്നല്ല എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു രാജ്യമുണ്ടെന്നത് ചൈനയാണ്. ചൈന എയർക്രാഫ്റ്റ് മറ്റ് സഹായങ്ങളൊക്കെ രഹസ്യമായിട്ട് അല്പമൊക്കെ ചെയ്താലും
അതിനപ്പുറത്തൊരു സഹായം ചെയ്യുവാനായിട്ട് ചൈനയ്ക്കും സാധിക്കില്ല. ഇവിടെ എന്താണ് അമേരിക്ക ചെയ്തത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഇറാനെ വന്ന് നേരിട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ ഇറാന് കിട്ടേണ്ട ഒരു സഹായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാന് വേണ്ടിയിട്ട് ഇസ്രായേലിനെ അമേരിക്കനെ ആക്രമിക്കാൻ റഷ്യയും ചൈനയും തയ്യാറാവണം, അല്ലെങ്കിൽ ഇറാനെതിരെ ഈ അപലപനം നടത്തിയ രാജ്യങ്ങൾ തയ്യാറാവണം, യൂറോപ്പ് തയ്യാറാവണം. ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ചൈന അതിന് തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ചൈനയ്ക്ക് നിലവിൽ അതിനുള്ള ശേഷിയോ മനസ്സോ വിൽ പവറോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. റഷ്യയ്ക്കുമില്ല. യൂറോപ്പ് ഇതിനെ അപലപിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്പിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അത്യാധുനിക ഫൈറ്റർ പ്ലെയിൻസ് 30 കൊണ്ട് നിർത്തിയിരിക്കുന്ന ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റ് അമേരിക്കയുടെ എല്ലാ സൈനിക സന്നാഹങ്ങളും ഞാൻ സൂചിപ്പിച്ചല്ലോ, അവർക്ക് 19 സൈനിക കേന്ദ്രങ്ങൾ ഈ മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ തന്നെയുണ്ട്. അതിൽ പലതും വളരെ എല്ലാവിധ സന്നാഹങ്ങളും ഉള്ളതാണ്. ഉദാഹരണമായിട്ട് ഖത്തറിലെ അവിടെ അത്യാധുനിക ഫൈറ്റർ പ്ലെയിൻസ് റെഡിയായിട്ട് നിൽക്കുകയാണ്. അവിടെയൊക്കെ ഇറാനെ ആക്രമിക്കാവുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇറാൻ അതിന് മുതിരുന്നു കഴിഞ്ഞാൽ ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഒരു ഇടപെടിയിലോ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള നയങ്ങളൊക്കെ ഈ പ്രസ്താവനകൾക്കപ്പുറത്ത് കാര്യമായിട്ടുള്ളൊരു സഹായമായി ഇറാൻ എത്തിച്ചേരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല അവരെല്ലാം വയ്ക്കാൻ പോകുന്നൊരു കണ്ടീഷൻ ഇത് തന്നെയാണ്. ഏതാണ്? നിങ്ങളുടെ ആണവശേഷി ഈ നിർമ്മാണം അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണ പദ്ധതി നിങ്ങൾ നിർത്തിവെക്കണമെന്നുള്ളത് ഈ രാജ്യങ്ങൾ അപലപിക്കുമ്പോൾ ഇവരെല്ലാം അതിന് യോജിക്കുന്നവരാണ്. റഷ്യ അതിനോട് യോജിക്കുന്നു, ചൈന യോജിക്കുന്നു, ഇറാൻ്റെ അയൽപക്ക രാജ്യങ്ങളെല്ലാം യോജിക്കുന്നു, ഇന്ത്യ യോജിക്കുന്നു. ഇന്ത്യ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഇതുമായി പാകിസ്ഥാനും അതിനോട് യോജിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇറാനിൽ നിന്നൊരു പ്രത്യേകമായിട്ടുള്ള വാഗ്ദാനം, ഒരു ഉറപ്പ് ആണവായുധ ശേഷി കൈവരിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവാതെ ഈ യുദ്ധത്തിന് പരിഹാരം ഉണ്ടാവില്ല. അത് ഇറാൻ സമ്മതിക്കുമോ? ലോകരാജ്യങ്ങളെല്ലാം ഇതിനെ അപലപിക്കുമ്പോൾ ഇറാൻ ഇതുമായി മുന്നോട്ട് പോകരുതെന്ന് വളരെ വളരെ കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുമോ ഉടനെ എന്ന് ചോദിച്ചാൽ അവസാനിച്ചേ മതിയാവൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇറാന് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ മറ്റ് ശക്തികളുടെയോ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തത് കൊണ്ടും മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇറാൻ ഒറ്റയ്ക്കും അതിനോടൊരു കെൽപ്പില്ലാത്തത് കൊണ്ട് അവർ ചർച്ചയ്ക്ക് ക്രമേണ തയ്യാറാവും. അപ്പോൾ നാളെയോ മറ്റന്നാളോ തയ്യാറാവുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ വകയില്ല. പക്ഷേ അതിനൊരു സമയമെടുത്തുകൊണ്ട് അവർ തയ്യാറാകും. അങ്ങനെ ഒരു അവസാനത്തിലേക്ക് വരും. പക്ഷേ അതിലെല്ലാം ഒരു വലിയ അപകടമുണ്ട്, അതും കൂടെ പറയാം. അതായത് ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ അവരൊരു കരാറിലേക്ക് പോയാലും ഇത് ഇറാൻ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പകയുടെ കനലുകളായി മാറും. അതിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് അത് പറയാനുള്ള കാരണം അയത്തുള്ള ഖൊമേനിയുടെ ഏറ്റവും വലിയ ഇസ്രായേലിനെതിരെയുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 2040 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2040 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തുണ്ടാവില്ല. ഇത് അവരുടെ ഒരു പ്രഖ്യാപിത നയമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇറാൻ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അതൊരു പകയുടെ ക്ലോക്കാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഇറാൻ ഇട്ടിരിക്കുന്ന നാണക്കേട്, അവർക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ, പകയുടെ കനലുകൾ കത്തിക്കും താൽക്കാലികമായ സമാധാനത്തിലേക്ക് പോയാലും. എന്നാണ് സമാധാനം ഉണ്ടാകുക എന്നുള്ള ചോദ്യത്തിനെ നമുക്ക് കുറച്ച്